നമസ്തേ, ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. നമസ്തേ പ്രശാന്ത്. ബംഗാളിലേക്ക് പോവാം, പശ്ചിമ ബംഗാളിലേക്ക്. അവിടെ സുവേന്ദു അധികാരി സർക്കാർ ചുമതലയേറ്റപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാം തുടങ്ങുന്നേ ഉള്ളൂ. അതെ, സർക്കാരിലല്ല, പ്രതിപക്ഷമെന്ന് അവകാശപ്പെടുന്ന TMCയിൽ ഏത് നിമിഷവും 2-3 കഷ്ണമായിട്ട് തൃണമൂൽ കോൺഗ്രസ് പിളരാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു 4ാമത്തെ ചർച്ചയാണ് നമ്മൾ തൃണമൂലിന്റെ പിളർപ്പുമായി ബന്ധപ്പെട്ട്. കാരണം ഓരോ തവണയും മമത പുതിയ വിഷയങ്ങൾ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. ഞാൻ പലപ്പോഴും ആലോചിക്കും, നമ്മളെ പ്രേക്ഷകർ കാണുമ്പോൾ വിചാരിക്കും ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, ഈ തൃണമൂലിന്റെ ഓരോ ദിവസവും മമത MLA ചർച്ചയ്ക്ക് വിളിക്കും. അതിൽ 80 പേര്, 10 പേര് ചിലപ്പോൾ പോവും, ചിലപ്പോൾ 15 പേര് പിരിച്ച് ഒരു യോഗം റദ്ദാക്കും. മറ്റേ തലവിരി കോറം തികയാതെ റദ്ദാക്കും. പിന്നെയും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും, കാരണം ഓരോന്നിനും ഓരോ കാരണമാണ്. പക്ഷെ അതിൽ നമ്മളിപ്പം സുവേന്ദു അധികാരി സർക്കാർ, ഇവിടുത്തെ VD സതീശൻ സർക്കാർ കണ്ടുപഠിക്കേണ്ടതാണ്. സുവേന്ദു അധികാരി സർക്കാർ വന്നുകൊണ്ടുള്ള ജനത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം, അവിടെ ഒരു നാട് കുച്ച് ബീഹാർ എന്നൊരു കുച്ച് ബീഹാർ എന്ന് പറഞ്ഞൊരു ജില്ലയുണ്ട്, കൂച്ച് ബീഹാർ. അതിൽ പച്ചാക്കട്ട് പഞ്ചായത്ത് കേരളത്തെ സർക്കാർ കണ്ടുപിടിക്കേണ്ടതാണ്. പച്ചാക്കട്ട് പഞ്ചായത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു, കാശ് കിട്ടാനുള്ളവർ എല്ലാം അറിയിക്കണം, രജിസ്റ്ററിൽ എഴുതി വയ്ക്കണം, ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൃത്യമായിട്ട് കിട്ടാനുള്ള പണം നമ്മുടെ ഇവിടുത്തെ ക്ഷേമ പെൻഷൻ പോലെ എല്ലാം മുടങ്ങി കിടക്കയില്ലേ. ആകപ്പാടെ കൊടുത്ത 5317 കോടി രൂപ മദ്രസകൾക്ക് കൊടുത്തതാണ്. അല്ലാതെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കുച്ച് ബിഹാറിക്കോ പച്ചാപ്പൂരിലുള്ളവർക്കോ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. ഇതൊരു എക്സാമ്പിൾ. ഞങ്ങൾ രജിസ്റ്റർ വെച്ചിട്ടുണ്ട്, നിങ്ങൾ അതിൽ എഴുതിയിരിക്കണം, സ്കൂൾ മൈതാനത്താണ് യോഗം, വരിക, ഞങ്ങൾ ശനിയാഴ്ച ഞങ്ങളവിടെ എത്തും, അപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള കാശൊക്കെ കൊടുത്തു തീർക്കും. തികച്ചും ജനകീയമായ രീതിയാണ്. ഒരു പഞ്ചായത്ത്, കട്ട പഞ്ചായത്ത്, അതെ, ഒരു കേന്ദ്രമാണ്, ജനങ്ങൾക്ക് കിട്ടാനുള്ള പൈസയാണ്. അല്ല, അത് ആരാണ് ഈ പണം കൊടുക്കുന്നത്? പണം കൊടുക്കുന്നത് തൃണമൂൽ നേതാക്കളാണ്. ഓ, അത് ശരി. ഏത് പണമാണ്? സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്ത് മറ്റേ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതല്ല. സമാന്തര കോടതിയും ഗുണ്ടായുസം ഒക്കെ നടത്തി കാര്യസാധ്യത്തിന് വേണ്ടി ജനത്തിൽ നിന്ന് പിടിച്ചെടുത്ത ഗുണ്ടാപ്പണമാണ്. ഓ, അത് വിതരണം ചെയ്യുന്നത്. അതെ, അഭിഷേക് ബാനർജിക്ക് ചീമുട്ടടി കിട്ടിയതും കല്യാൺ ബാനർജിക്ക് അടി കിട്ടിയതും ഒക്കെ എന്തിനാണെന്ന് മനസ്സിലായല്ലോ. തീർച്ചയായും ഗുണ്ടാപ്പണം പിരിച്ചതിനാണ് ജനം വഴിയിലിട്ട് അടിച്ചു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇവർ കൂട്ടത്തോടെ വന്ന് നേതാക്കൾ വന്നിട്ട് ഇപ്പം നാട്ടുകാരെ ഇപ്പം ഒരു കൃഷി സ്ഥലത്തിൻ്റെ വിഷയം, ഇതൊന്നും കോടതിയിൽ പോയില്ല, പോലീസ് സ്റ്റേഷനിൽ പോയില്ല, എല്ലാം തൃണമൂലുകാരെ അങ്ങ് തീർക്കും നേതാക്കന്മാർ. അങ്ങനെ അവിടെ നേരിട്ട് വന്നാണ് ഇവർ ഈ പണം അവിടുത്തെ ബൂത്ത് പ്രസിഡൻ്റൊക്കെയാണ് വരുന്നത്. പക്ഷേ ഗ്രാമത്തിലെ അപ്പോൾ ഓരോരുത്തരായിട്ട് ഇന്ന് വാങ്ങിച്ച പണം അവർ തന്നെ കൊടുക്കുകയാണ് ഓരോ നേതാക്കളും. ഒരു ബാബ ബർമൻ എന്നൊരു നേതാവുണ്ട്, മുൻ നേതാവാണ്, അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തിന് അച്ഛൻ വന്നാണ് പൈസ കൊടുത്തത്. കാര്യം എന്നറിയോ, ഇദ്ദേഹം ഒളിവിലാണ്. ഈ പഞ്ചായത്തിൽ മാത്രം, ഈ പച്ചാക്കട്ട് എന്ന പഞ്ചായത്തിൽ മാത്രം 80 ലക്ഷം രൂപ ഇവർ പിരിച്ചെടുത്തെന്നാണ് പറയുന്നത് ഇലക്ഷൻ സമയത്ത്. 80 ലക്ഷം രൂപ പാവപ്പെട്ട ജനങ്ങളുടെ അന്നുള്ള കൂലിപ്പണത്തിൽ നിന്ന് അവർ പിടിച്ചു പറിച്ച് ഗുണ്ടാപ്പിരിവ്. ഓർത്തു നോക്ക്, ഇതാണ് തൃണമൂൽ കോൺഗ്രസ്, ഇതായിരുന്നു അവരുടെ പാർട്ടി ഫണ്ട്. അല്ല, അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇതാണ്. അതെ, മമതയുടെ എന്താ പറയാ, അങ്ങേയറ്റത്തെ അരാജകത്വം നിറഞ്ഞ ഭരണമായിരുന്നു. പകൽക്കൊള്ള, പിടിച്ചുപറി, മാഫിയ ഭരണം, ഇതൊക്കെയായിരുന്നു. ആരെങ്കിലും തിരിച്ചു കൊടുത്ത ചരിത്രമുണ്ടോ? അല്ല, അതിപ്പോ തിരിച്ചു കൊടുത്തത് ഈ അടി പേടിച്ചാണ്. കാരണം അഭിഷേക് ബാനർജിക്ക് കിട്ടി, കല്യാൺ ബാനർജിക്ക് കിട്ടി, ഇനിയിപ്പോ അടുത്തത് മമതയ്ക്കും കിട്ടും. തലപ്പത്ത് കിട്ടി, അപ്പൊ ഇവിടുത്തെ നേതാക്കന്മാർ അവർക്കും കിട്ടി, ജനം ഓടിച്ചു തുടങ്ങി. അല്ലല്ല, അവിടെ താഴെത്തട്ടിൽ വലിയ ഇത് നടക്കുന്നുണ്ട്, ജനം ഓടിച്ചിട്ട് തല്ലുന്നുണ്ട്. ഇവര് പറയുന്നത് ഇതെല്ലാം BJP-ക്കാർ ചെയ്യുന്നു എന്നാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് BJP-ക്കാരെ അങ്ങനെ BJP-ക്കാർ ചെയ്തിരുന്നെങ്കിൽ ഇവരിപ്പോ ഈ പണം കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കൂലല്ലോ ജനങ്ങൾക്ക്. പിന്നല്ലാതെ അപ്പോ BJP-ക്കാരല്ല, ജനങ്ങൾ തന്നെയാണ് തല്ലുന്നത്. അടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പിരിച്ച ഗുണ്ടാപ്പണം മുഴുവനും തിരിച്ചു കൊടുക്കും. ഇവിടെയൊക്കെ അടിയുള്ളൂ, അവിടെയൊക്കെ നേരെ വീടൊക്കെ കത്തിച്ച് കളയുക, കഴുത്ത് വെട്ടിക്കൊല്ലുക. ഇവരെന്താ കാണിക്കുന്നത് അതവർ തിരിച്ചു കാണി. നമ്മൾ കൊച്ചു കുട്ടികള് മുതിർന്നവരെ കണ്ട് വളരുന്നു പറയില്ല. ബംഗാളിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ വരുന്നു. 2 MLA-മാരെ മമത പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഒന്ന് ഋതബ്രത ബാനർജിയും ഒന്ന് സന്ദീപ്
സന്ദീപൻ സാഹെ, ഈ രണ്ടുപേരെയാണ് പുറത്താക്കിയത്. തീപ്പൊരി CPM നേതാവായിരുന്നു, നേതാവൊക്കെ ആയിരുന്നു. അല്ല, അത് തൃണമൂലിൽ വന്നിട്ടും തീപ്പൊരിക്ക് കുറവൊന്നുമില്ല. പക്ഷേ ഈ രണ്ടുപേരെയും പുറത്താക്കിയതിൻ്റെ കാരണമാണ് അതീവ രസകരം. അതായത് അവരുടെ പ്രതിപക്ഷ പാർട്ടി നേതാവായിട്ട് ഒരാളെ തിരഞ്ഞെടുത്തു. പിന്നെ അങ്ങനെ തിരഞ്ഞെടുത്ത ആളിനെ ഈ ഭട്ടാചാര്യയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഇവർ പിന്നെ സ്പീക്കർക്ക് കത്ത് കൊടുക്കുമല്ലോ, ഇദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവെന്ന്. അതിന്റെ താഴെ MLA-മാരും ഒപ്പിടും. എല്ലാ പ്രതിപക്ഷ MLA-മാരും ഒപ്പിടും. മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന അതിൽ ഈ ഋതപ്രത ബാനർജിയും സന്ദീപൻ സാഹുവും പറഞ്ഞത് ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല. പക്ഷെ അവരുടെ ഒപ്പ് താഴെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങളുടെ ഒപ്പ് ഞങ്ങൾ ഇട്ടിട്ടില്ല, ഇത് വ്യാജ ഒപ്പാണ് എന്ന് അവർ പറഞ്ഞ് രംഗത്ത് വന്നു പാർട്ടിക്കെതിരെ. ഇത് മമതയെ ചൊടിപ്പിച്ചു വല്ലാതെ. കാരണം ചെയ്തത് വലിയ തട്ടിപ്പാണ്. ഇത് പോലീസ് കേസാവും, ഇതിപ്പോ ഉറപ്പല്ലേ. പക്ഷെ പോലീസ് കേസായി കാണും. പോലീസ് കേസായിട്ടുണ്ട്. അസംബ്ലി അതെ, തീർച്ചയായിട്ടും സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ പരാതിപ്പെടും. ഇല്ലെങ്കിൽ BJP സഭ കൂടുമ്പം BJP ഇത് ഉന്നയിക്കും. അപ്പോൾ വിഷയമാവും. അപ്പോൾ ഈ സഭയ്ക്കുള്ളിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുമെങ്കിലും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഇത് പുറത്ത് പറയുകയും ചെയ്യും. അല്ല, അത് മാത്രമല്ല, പുറത്ത് പറയുന്നത് വലിയ നാണക്കേടാണ്. ആലോചിച്ചു, കടുത്ത നിയമലംഘനമല്ലേ നടന്നത്. അതെ, നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുക. അതായത് സ്പീക്കറെ സഭാനാഥനെ തെറ്റിദ്ധരിപ്പിക്കുന്നു, വ്യാജരേഖ ഉണ്ടാക്കുന്നു, എന്നിട്ട് കള്ള ഒപ്പിടുന്നു അല്ലേ. അപ്പോൾ അത് തീർച്ചയായിട്ടും മമതയ്ക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന മമത അറസ്റ്റിലാകാനുള്ള നല്ല സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ രണ്ടുപേരും അവർ പരാതിക്കാരാണ്. അവർ സ്പീക്കർക്ക് പരാതി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് മമതയുടെ അറസ്റ്റിലേക്കായിരിക്കും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് നയിക്കുന്നത്. അല്ല, ഇത് തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ കേസെടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ മമത തോറ്റു. മമതയ്ക്ക് ഇനി ബംഗാൾ നിയമസഭയിൽ കാലെടുത്ത് കുത്താൻ പറ്റില്ല. അപ്പോൾ മമതയുടെ പിണിയാളായ, മമതയ്ക്ക് വേണ്ടി വായ്ത്താരി ഇടുന്ന ഒരാളിനെ പ്രതിപക്ഷ നേതാവായിട്ട് കൊണ്ടുവരിക, ഇതാണ് മമത ഉദ്ദേശിച്ചത്. അതിൻ്റെ അർത്ഥം അവിടെ തൃണമൂലിൽ വലിയ രീതിയിൽ വിമതസ്വരം ഉയരുന്നു എന്നല്ലേ. തീർച്ചയായും. കാരണം മമത പറയുന്ന ആൾ പ്രതിപക്ഷ നേതാവായിട്ട് വേണ്ട, ഞങ്ങൾക്ക് വേറെ ആളുണ്ട്. അതുകൊണ്ടാണ് മമത കൈവസം വിളിച്ചു ചേർത്ത യോഗത്തിൽ ആകെ 20 പേരാണ് പങ്കെടുത്തത്. 80-ൽ 20 പേര്, ബാക്കി 60 പേര് പങ്കെടുത്തില്ല. 4-ൽ 3 പങ്കെടുത്തില്ല, 4-ൽ 1 പങ്കെടുത്തുള്ളൂ. ഇവരെല്ലാം ഈ ഋതപ്രത ഭട്ടാചാര്യയുടെ കൂടെയാണെന്ന് പറയുന്നു. ഋതപ്രത ബാനർജിയുടെ കൂടെയാണ് എന്ന് പറയുന്നു. അത് മാത്രമല്ല, അതിനകത്ത് മറ്റൊരു വിഷയമുള്ളത്, അവരുടേതായ രീതിയിൽ പാർട്ടിയെ നിലനിർത്താനും BJPക്ക് കൃത്യമായ ഒരു പ്രതിപക്ഷമായി മാറാനും വേണ്ടുന്ന കഴിവുള്ള ഒരാളിനെ അവർ പിന്നെ നിയമസഭാ കക്ഷി നേതാവും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിട്ട് അവർ മുന്നോട്ട് വെച്ചു. അത് മമതയ്ക്ക് സമ്മതമല്ല. അതാണ് മമത ഇവരുടെയൊക്കെ വ്യാജ ഒപ്പിട്ട്, കള്ള ഒപ്പിട്ട് ഒരാളിനെ നിശ്ചയിച്ച് ആ പേരുമായിട്ട് നേരെ സ്പീക്കറിൻ്റെ അടുത്ത് പോയത്. ഇത് കൃത്യമായ എന്താ പറയുക, ഗുരുതരമായ ഒരു ക്രമക്കേടാണ്. ഒരു ഒരു പരിരക്ഷയില്ല. സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അതെ, മമത വലിയ രീതിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരും. ഇത് അന്വേഷണം, തീർച്ചയായിട്ടും പോലീസ് അന്വേഷണം ഇതിന്മേലുണ്ടാകും. സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ ഇതിനെക്കുറിച്ച് കൃത്യമായ പരാതി നൽകാൻ സാധ്യതയുണ്ട്. തൃണമൂല് മൊത്തത്തിൽ വലിയ പ്രതിരോധത്തിലാണ്. ഈ പറഞ്ഞതുപോലെ 29 MP-മാരിൽ 20 പേരും BJPയിലേക്ക് പോകുമെന്ന് കേൾക്കുന്നു. ഏറ്റവും ഒടുവിൽ കേട്ടതുപോലും അങ്ങനെയാണ്. കാകോലി ഘോഷ് എന്ന് പറയുന്ന ഒരു MP-യുടെ നേതൃത്വത്തിൽ അവർ പോകും എന്ന് പറഞ്ഞു കേൾക്കുന്നു. പിന്നെ അതുപോലെ ഈ 80 MLA-മാരിൽ ഏതാണ്ട് 60ഓളം MLA-മാർ BJPയിൽ പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നൊരു വശത്ത് അങ്ങനെ ഒരു കേൾവിയുണ്ട്. ഒപ്പം തന്നെ ഈ 60 MLA-മാർ തൃണമൂൽ വിട്ട് വേറൊരു പാർട്ടി രൂപീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇനി ഇവർ 60 പേരും ചേർന്ന് മമതയെ പുറത്താക്കി, മമതയെയും മമതയുടെ ശിങ്കിടികളെയും പുറത്താക്കിയിട്ട് ഞങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ, കാരണം ആളെണ്ണം ഇവർക്കാണല്ലോ കൂടുതൽ, അതുകൊണ്ട് ചിഹ്നമടക്കം പാർട്ടിയുടെ മൊത്തം ഇത് ഞങ്ങൾക്ക് നൽകണം, മമതയെ ഇതിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് വരും. അങ്ങനെയും ഒരു വാദം, അങ്ങനെയും ഒരു വാർത്ത ബംഗാളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും മമതയ്ക്ക് കഷ്ടകാലമാണ്. തീർച്ചയായിട്ടും മമതയ്ക്ക് പെട്ടെന്നൊന്നും ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല.
മുന്നോട്ട് പോകുന്തോറും കുരുക്ക് കൂടുതൽ അനിവാര്യമാണ്. കാരണം കേന്ദ്ര സർക്കാരിനെ മറിച്ചിടാൻ പോകുന്ന അറസ്റ്റ് അതെ മോദിയെ തറപറ്റിക്കാൻ പോകുന്ന വ്യക്തിയാണ്. പക്ഷേ ഇവിടെ ബംഗാളിലെ പ്രശ്നം തീർത്തിട്ടല്ലേ ഡൽഹിയിലേക്ക് വണ്ടി കയറേണ്ടത്. അതുകൊണ്ട് ബംഗാളിലെ പ്രശ്നം തന്നെ ഗുരുതരമായ ക്രമക്കേട്, ഗുരുതരമായ കുറ്റകൃത്യം, ഗുരുതരമായ ക്രിമിനൽ നടപടി ഒക്കെ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടി വരും. മമത വിചാരിക്കുന്നത് പോലെയല്ല. കേസ് വളരെ കടുക്കും. സുവേന്ദു അധികാരിയിൽ നിന്ന് ഒരു ദയാദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട. മമതയ്ക്ക് ഉള്ളേ കിടന്ന് ഈ MLA-മാരുടെ കള്ള ഒപ്പിട്ടത് എങ്ങനെ, ആരാണ്, എന്തിനാണ്, ഇല്ലെങ്കിൽ മമത അല്ലെങ്കിൽ മമതയുടെ ഏറ്റവും അടുത്ത ആളിനെ കുരുതി കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം കിട്ടണം. അകത്ത് കിടന്ന് 1, 2, 3 എന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും എണ്ണി പഠിക്കാം. അതുകൊണ്ട് ബംഗാളിൽ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് മമതയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണേണ്ടി വരും. അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയും വരും. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മമതയുടെ ലക്ഷ്യം ബംഗാളല്ല. ഈ 80 MLA-മാരുള്ളപ്പോൾ മമതയ്ക്ക് കുറഞ്ഞൊരു 3 സീറ്റെങ്കിലും TMCക്ക് രാജ്യസഭയിൽ കിട്ടും. കുറഞ്ഞത് 2 സീറ്റ്. ഒന്ന് മമത, അനന്തരവൻ അഭിഷേക് ബാനർജി, 2 പേരും വീണ്ടും MP-മാരായി പോയിട്ട് വേണം കേന്ദ്ര സർക്കാരിനെ മറിച്ചിടാൻ. പക്ഷേ ഈ 60 പേർ മാറി നിൽക്കുകയും വെറും 20 പേർ മാത്രം കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ CPM-നേക്കാൾ ഗതികെട്ട അവസ്ഥയാണ്. അത് മാത്രമേ അല്ല, CPM-ഉം മമതയും ഇപ്പോൾ ഒരേ തൂവൽ പക്ഷികളാണ്. കേരളത്തിലെ CPM, അതായത് കേരളത്തിലെ CPM-ന്റെ സമുന്നതനായ നേതാവ് ശ്രീ പിണറായി വിജയനും ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവും മമതാ ബാനർജിയും ഒരേ തൂവൽ പക്ഷികളാണ്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മമതയ്ക്ക് നിയമസഭയ്ക്കകത്ത് കയറാൻ പറ്റില്ല. പിണറായി വിജയൻ നിയമസഭയ്ക്കകത്ത് കയറും. പ്രതിപക്ഷ നേതാവാണ്. തീർച്ചയായിട്ടും.